നമസ്കാരം. ഞാൻ സ്മിത വർമ്മ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ താന്ത്രക ഫാഷൻ സ്റ്റുഡിയോയുടെ കുറേ പ്യുർ ഹാൻഡ്ലൂമിൻ്റെ സാരീസ്, ഡ്രസ് മെറ്റീരിയൽ, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടു. ഈ എപ്പിസോഡിൽ നമുക്ക് രാജസ്ഥാനിലെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഹാൻഡ് മെയ്ഡ് ജ്വല്ലറികൾ, അതായത് പിച്ചളയിൽ ചെയ്തിട്ടുള്ള എന്നിട്ട് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ള കുറച്ച് ജ്വല്ലറികൾ, പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള രാജസ്ഥാൻ്റെ സ്പെഷ്യാലിറ്റി, രാജസ്ഥാൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ജൂത്തേസ്, അതും ജയ്പൂരിൽ നിന്ന് തന്നെയുള്ളതാണ്. അതും നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ഇത് രണ്ടുമാണ് നമുക്ക് ഈ എപ്പിസോഡിൽ കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാം. നമുക്ക് ആദ്യം കുറച്ച് ജ്വല്ലറികൾ നമുക്ക് നോക്കാം. ഇതെല്ലാം പിച്ചളയിൽ ഉണ്ടാക്കിയിട്ട് ബ്ലാക്ക് പോളിഷ് ചെയ്തിരിക്കുന്ന ജ്വല്ലറികളാണ്. ആദ്യം ഞാൻ ഈ കാണിക്കുന്നത് അത് കണ്ടു, ഒരു കിളിയുടെ ഇതിൽ മുകളിൽ ഒരു കിളിയുണ്ട്, താഴെ വന്നിട്ട് മീനാക്കാരി പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള കമ്മലാണ് ഇത്. ഈ പിങ്ക് കളറ് കാണുന്നതെല്ലാം മീനാക്കാരി പെയിൻറ്റിങ് ആണ്. അത് ലൂപ്പ് ഹുക്കുള്ള കമ്മലാണിത്. അത് മുകളിലൊരു കിളി മാരി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ പിങ്ക്, പച്ച, അങ്ങനത്തെ 2-3 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. കുറച്ചും കൂടി ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ജ്വല്ലറിയാണ് ഇത്. ഇതൊരു 50 റുപ്പീസ് റേഞ്ചിൽ വരുന്ന ഒരു ജ്വല്ലറിയാണിത്. ഇതും ലൂപ്പ് ഹുക്ക് തന്നെയാണ്. ഇത് വന്നിട്ട് മൊണിക്ക സ്റ്റോൺ എന്ന് പറയും, അതാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മൊണിക്ക സ്റ്റോൺ വന്നിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. ഇതും സെയിം അവിടെ നിന്ന് തന്നെയുള്ളതാണ്. ഒരു 50 റുപ്പീസ് റേഞ്ചാണിത്. ഇതിൻ്റെ തന്നെ 2-3 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. അതിൻ്റെ തന്നെ വേറൊരു പിങ്ക് കളർ, ഒരു റൂബിയുടെയൊക്കെ കളറിലുള്ള വേറൊരു കമ്മലാണ്. ഇതിൻ്റെ തന്നെ ഒരു 3-4 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. ഇനി വേറെ ഒരു പാറ്റേൺ ഇതേമാതിരി തന്നെ എന്താ പറയുക, ലൂപ്പ് ഹുക്കിൻ്റെ തന്നെ വേറെ ഒരു പാറ്റേൺ ആണ്. ഇതും മൊണിക്ക സ്റ്റോൺ തന്നെയാണ്, പക്ഷെ ചുറ്റുമുള്ള ഡിസൈൻ കുറച്ചും കൂടി എലാബറേറ്റ് ആണ്. കുറച്ചും കൂടി ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എന്താ പറയുക വലിപ്പമുണ്ട്. കുട്ടികൾക്കും ഉപയോഗിക്കാം, ടീനേജേഴ്സിനും ഉപയോഗിക്കാം, ഡെയിലി സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് മൊണിക്ക സ്റ്റോൺ തന്നെയാണ്. അതിൻ്റെയും പല കളേഴ്സ് അവൈലബിൾ ഉണ്ട്. റൂബി കളറുണ്ട്, പിന്നെ ഒരു വൈറ്റ് ഉണ്ട്, പിന്നെ ഗ്രീൻ, അങ്ങനെ പല കളേഴ്സ് ഇതിലും അവൈലബിൾ ആണ്. കുറച്ചും കൂടി ഹെവി ആയിട്ട് കമ്മൽ വേണം എന്നുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ്. താഴെ കുറച്ചൊരു പേൾസ് കൊടുത്തിട്ടുണ്ട്, മുകളിൽ ഒരു പീക്കോക്ക്, പീലി വിടർത്തി നിൽക്കുന്ന ഒരു പീക്കോക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ എന്താ പറയുക ALS പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിനകത്ത് പേള് ഹാങ് ചെയ്തിരിക്കുന്നതാണ്. ഇത് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട്, കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റുന്നതല്ല. ഇതിപ്പോൾ ഒരു 185 ആ റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി അതിൻ്റെ തന്നെ ബേർഡ്സിൻ്റെ തന്നെ വേറൊരു കളക്ഷൻ വന്നിട്ട് ഇത് വന്നിട്ട് ഒരു 100 ആ റേഞ്ചിലുള്ളതാണ്. ഇതേമാതിരി നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺമാതിരി തന്നെ പേള് താഴെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കിളി മാത്രം. ആ കിളീനെ ഇങ്ങനെ തൂക്കി വെച്ചിട്ട് അതിൻ്റെ താഴത്ത് കുറച്ച് നല്ലോണം പേൾസ് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നേരത്തെ കണ്ടതിനൊക്കെ കുറച്ചും കൂടി വലിപ്പമുള്ള പേൾസാണ്. ഇനി നമുക്ക് കുറച്ച് മാലകളുടെ സെറ്റ് നോക്കാം. എന്താ പറയുക, ചോക്കർ, നെക്ലസ് എന്നൊക്കെ പറയണ ആ ഒരു സെക്ടറിൽ വരുന്ന സാധനങ്ങളാണ് ഇത്. ഇത് മീനാക്കാരിയാണ്. ഇത് മീനാക്കാരി ചെയ്തിട്ടുള്ള ഒരു ചോക്കറാണ് ബേസിക്കലി. അതിൻ്റെ കൂടെ തന്നെ 2 കമ്മലും വന്നിട്ടുണ്ട്. ഇതൊരു ചോക്കറുണ്ട്. ഇത് ഒരു 200, 220, 250യുടെ താഴെ വരുന്ന റേഞ്ചിലുള്ളതാണ്. ഇത് 2-3 കളേഴ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഡെയിലി വെയറിന് പറ്റണ തരത്തിലുള്ള ജ്വല്ലറികളാണ് ഇതെല്ലാം. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഈ ഇയറിങ് ഇല്ല അതിൻ്റെ കൂടെ. നമുക്ക് എന്താ പറയുക, ഡെയിലി ഇയറിങ് മാറ്റാതെ മാലകൾ മാത്രം മാറ്റുന്ന ഒത്തിരി കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കമ്മലിടാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് മാല മാത്രം. ഇത് കുറച്ച് കുറഞ്ഞ റേഞ്ചാണ്, അത്രയും വരത്തില്ല. മേ ബി ഒരു 100 ആ റേഞ്ചിൽ വരുന്ന മാലകളാണ്. ഇതിൻ്റെ തന്നെ അതിന് ഇയറിങ്സ് ഇല്ല, മാല മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വേറെ ഒരു സെറ്റാണ് ഇത്. ഇത് നടുക്കൊരു മൊണിക്ക സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഇത് വിത്ത് ഇയറിങ്സ് ആണ്. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാൽ ഹെവി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഡെയിലി വെയറിനുള്ളതാണ് ഇത്. നടുക്കൊരു പെൻഡൻറ്റും 2 റൗണ്ട് ഷേപ്പിൽ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് ഉള്ള മാലയാണ്. അതിൻ്റെ അതേ ഡിസൈനിൽ തന്നെ വരുന്ന ഇയറിങ്സും കൊടുത്തിട്ടുണ്ട്. 100 റുപ്പീസ് റേഞ്ചിൽ വരുന്നതാണ് ഇതെല്ലാം.
ഇത് അത്യാവശ്യം മീനാക്കാരി ഡിസൈനിലുള്ളതാണ്. ഇത് മീനാക്കാരി പെയിൻറ്റിങ്ങിൻ്റെ സാധനമാണ്, ടിപ്പിക്കൽ മീനാക്കാരിയാണ്. ഇത് കുറച്ച് ഫങ്ഷണൽ വെയറുമാണ്, അല്ലെങ്കിൽ കോളേജിലൊക്കെ ചില എന്താ പറയുക ഈവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ലേഡീസിനും ഓഫീസിൽ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ യൂസ് ചെയ്യാം. അത്യാവശ്യം വേണമെങ്കിൽ ചെറിയ ചെറിയ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക്, അല്ലെങ്കിൽ വല്ല ബർത്ത്ഡേ ഫങ്ഷൻസിനൊക്കെ അങ്ങനത്തെ കോസ്റ്റ്യൂമിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചോക്കർ സെറ്റാണ്. ഇത് വന്നിട്ട് ഒരു 150-200 ആ റേഞ്ചിലുള്ളതാണത്. ഇത് മീനാക്കാരി ഡിസൈൻ തന്നെയാണ്. ഇതും ഒരു ടിപ്പിക്കൽ മീനാക്കാരി ഡിസൈനിൽ വരുന്ന ഒരു സെറ്റാണ്. അത് വന്നിട്ട് എന്താ പറയുക, ഇതൊരു പെൻഡൻറ്റ് മാതിരി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ അതിനൊരു മാച്ചിങ് ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്, അതായത് ഈ സൈഡിൽ വരണം അതേ ഡിസൈനിൽ തന്നെ കൊടുത്തിട്ട് ഉള്ള ഇയറിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും സെയിം അത് തന്നെ, ഈ രണ്ട് സൈഡിൽ വരുന്നതും ഈ കമ്മലിൻ്റെയും ഒരേ ഡിസൈനാണ്. ഇത് മീനാക്കാരിയാണ്. ഇത് വന്നിട്ട് ഒരു 175 ആ റേഞ്ചിലുള്ളതാണ്. ഇനി കുറച്ച് ഹെവി ആയിട്ടുള്ള മാലകൾ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഫങ്ഷൻ വെയറാണ്. ഇത് വലിയൊരു മാലയാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. ഇങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, ഇങ്ങനെ വേണമെങ്കിലും ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നെക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. കണ്ടോ, കുറച്ച് ലോങ് ആണ്, ചോക്കറല്ല. ഇത് നെക്ലസ് ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. ചോക്കറായിട്ട് ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ച് നീട്ടിയിടണം. ഇങ്ങനെ ഇടാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ സൈഡിൽ കുറച്ച് ഇങ്ങനെ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മാല മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഇയറിങ്സ് ഇല്ല. ഇത് പക്ഷേ കുറച്ചും കൂടി ഹയർ റേഞ്ചിൽ വരുന്ന ഒരു 300 അബവ് 310 330 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു മാലയാണ്. മീനാക്കാരി ഡിസൈനാണിത്. മീനാക്കാരി പെയിൻറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാകും, അത് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന മാലയാണ്. ഇത് നല്ല ലോങ് ചെയിനാണ്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ചെയിനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വലിയൊരു ലോക്കറ്റാണ്. ഇത് തന്നി രാജസ്ഥാൻ ഡിസൈനാണ്. അവരുടെ മാർവാഡീസ് അവരൊക്കെ യൂസ് ചെയ്യണ ആ ഡിസൈനാണിത്. കണ്ടോ, ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് വന്നിട്ട് ഈ പറഞ്ഞ 320 350 ആ റേഞ്ചിലുള്ള സാധനമാണ്. ഇതിനും ഇയറിങ്സ് ഇല്ല. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോക്കറ്റ് തന്നെയാണ്. ഈ ഒരു ലോക്കറ്റിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെയിൻ ഉപയോഗിച്ചിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 300 അബവ് ഉള്ള ആ റേഞ്ചിലുള്ളതാണ്. കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള വേറൊരു പീസാണ് ഇത്. ഇത് പറഞ്ഞ മാതിരി ലോങ് ചെയിനാണ്. അതും വേണമെങ്കിൽ തീരെ ഇത്രയും വരെ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. സൈഡിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. ഇത് ഫുൾ ഘുങ്കുറു കൊടുത്തിട്ടുണ്ട് സൈഡിലെല്ലാം. അത് വന്നിട്ട് ഇതിൻ്റെ ലോക്കറ്റ് വന്നിട്ട് ബാരാത്ത് എന്ന് പറയും. അതായത് നോർത്ത് ഇന്ത്യൻ മാരേജസിൽ എന്താ പറയുക, ഇവരെ എതിരേറ്റ് കൊണ്ടുവരുന്നത്. അതായത് ചെറുക്കനെ അല്ലെങ്കിൽ ആ ഒരു കിങ്ഡം കാലഘട്ടത്തിലൊക്കെ പല്ലക്കിൽ രാജകുമാരിമാരെ കൊണ്ടുപോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഡിസൈനാണ് ഇതിൽ കാണുന്നത്. ഇതിൻ്റെ ലോക്കറ്റ് കണ്ടോ, ഇത് അത്രയും ഹെവിയാണ്. ഈ ഒരൊറ്റ നെക്ക് പീസ് മാത്രം നമുക്ക് ഇട്ടാൽ മതി. ആരും ശ്രദ്ധിക്കുന്ന അത്രയും എന്താ പറയുക, ഒരു എലഗൻറ്റ് ആയിട്ടും ഒരു ഡിഫറെൻറ്റ് ലുക്ക് വേണം എന്നുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നെക്ക് പീസാണ്. ഇതിനും ഇയറിങ്സ് ഉണ്ട്. ഇതിൻ്റെ ഇയറിങ്സ് വന്നിട്ട് അതേ ആ രാജസ്ഥാൻ ആൾക്കാർ ലേഡീസ് ഉണ്ടല്ലോ, ഈ കുടമായിട്ട് വെള്ളം എടുക്കാൻ പോണ ആ ഒരു ടിപ്പിക്കൽ രാജസ്ഥാൻ ഒരു ഡിസൈൻ നമ്മളെല്ലായിടത്തും കാണില്ലേ, ആ ഒരു ഡിസൈനിലുള്ള ഇയറിങ്സ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്, ഈ ബാരാത്ത് ഇതിൻ്റെ കൂടെ. ഇനി നമുക്ക് കുറച്ച് ബാംഗിൾസ് കാണാം. എൻ്റെ കയ്യിൽ ഇപ്രാവശ്യത്തെ കളക്ഷൻസ് മുഴുവൻ കടാ ബാംഗിൾസ് ആണ്. കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒറ്റ പീസായിട്ട് ഇടുന്ന ബാംഗിൾസിനാണ് കട ബാംഗിൾസ് എന്ന് പറയുന്നത്. അതാണ് ഇപ്രാവശ്യത്തെ എൻ്റെ കളക്ഷൻസ് എല്ലാം. ഇതൊക്കെ കടാ ബാംഗിൾസിൽ പെടുന്നതാണ്. ഇത് നമുക്കിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്ന ബാംഗിൾസാണ് ഇതെല്ലാം. അപ്പം സൈസൊന്നും ഒരു വിഷയമല്ല. ഇതും അഗെയിൻ മീനാക്കാരിയാണ്. മീനാക്കാരി ഡിസൈനിൽ സൈഡിൽ ഘുങ്കുരു, ചെറിയ ഘുങ്കുരു. പക്ഷേ ഈ ഘുങ്കുരുവിനൊന്നും കിലുക്കം ഇല്ല, ഒച്ചയില്ല. നമ്മൾ പാദസരത്തിൻ്റെ മാതിരി ഒച്ച കേൾക്കുന്ന ഘുങ്കുരു അല്ല ഇത്.
ഇത് കൊടുത്തിട്ടുള്ള ഒരു ഒരു കടാ ബാങ്കിളാണ് ഇത്. ഇതാ ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വരുന്നത്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 155 ആ പ്രൈസ് റേഞ്ചിലുള്ളതാണ്. സ്റ്റോൺ വർക്കുള്ള ഒരു കടാ ബാങ്കിളാണ്. അതും ഇതാ ഇതേമാതിരി ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കയറ്റിയിടുന്നതാണ്. ഇതും ഘുങ്കുറുവാണ്. ആൻഡ് ഇതിന് മിറർ വർക്കുണ്ട്, ഒരു ചെറിയ മിറർ വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ള ബാങ്കിളാണ്. ഇതൊരു 185 ആ റേഞ്ചിൽ ഉള്ള ഒരു ബാങ്കിളാണിത്. ഇതിൻ്റെയൊക്കെ പല പീസുകളുണ്ട്. ഇനി കുറച്ചൊരു എന്താ പറയുക കട്ടിയുള്ള ഒരു ബാങ്കിൾ വേണം എന്ന് വിചാരിക്കുന്നവർക്ക് ഇത് സിൽവർ ഫിനിഷാണ്, ബ്ലാക്ക് ഫിനിഷ് അല്ല, ഇത് സിൽവർ ഫിനിഷാണ്. ഇത് വന്നിട്ട് സ്ക്രൂ ടൈപ്പാണ്. ഇതാ ഈ സ്ക്രൂ ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്ക്രൂ തിരിച്ചിട്ട് ഇങ്ങനെ കയറ്റിയിടുന്ന, പണ്ട് ഒരു കാലത്ത് ഗോൾഡിൽ ഇങ്ങനത്തെ വന്നിരുന്നു ഇങ്ങനെ സ്ക്രൂ ഇടുന്ന വളകൾ. ഇതിങ്ങനെ സ്ക്രൂ തിരിച്ചിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ കടാ ബാങ്കിളാണ്. ഇതും മീനാക്കാരി വർക്കാണ്, നല്ല ടിപ്പിക്കൽ മീനാക്കാരിയാണ്. ആ ഒരു ഗ്രീൻ റെഡ് ആ ഒരു ടിപ്പിക്കൽ മീനാക്കാരി വർക്കിലുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 270 ആണ്. ഇത് അത്യാവശ്യം ഹെവി ബാങ്കിളാണ്. ഇത് വന്നിട്ട് പണ്ട് എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ പറയും ഒലക്കച്ചുറ്റ് എന്ന് പറയും. ആ ഒലക്കയുടെ അറ്റത്ത് ഇടുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനമുണ്ട്, അതിൻ്റെ അതേപോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതിങ്ങനെ ഇതിങ്ങനെ ഇതാക്കിയിട്ട് കയ്യിലിങ്ങനെ ഇതാണ് ഒലക്കച്ചുറ്റ് പോലെ ഇരിക്കും. ഒരൊറ്റ ബാങ്കിൾ മതി. ഇത് ആ ടിപ്പിക്കൽ രാജസ്ഥാൻ ലേഡീസിൻ്റെ അവരുടെ കോസ്റ്റ്യൂം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതങ്ങനെ ഇടുന്നതാണ്. അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് പല കളറിലുള്ള സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ സ്റ്റോണുകളാണ്, നമ്മൾ ഈ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയിലൊക്കെ കാണുന്ന മാറ്റത്തെ ചെറിയ സ്റ്റോണുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ വന്നിട്ട് ഒരു 180-200 ആ റേഞ്ചിലുള്ളതാണ്. നമ്മൾ നേരത്തെ രാജസ്ഥാനിൽ നിന്നുള്ള കുറേ ജ്വല്ലറികളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് രാജസ്ഥാൻ ഛൂത്തി എന്നാണ് അവർ പറയുന്നത്. നമ്മളുടെ നാട്ടിലെ ചപ്പൽ എന്ന് കോമൺ ആയിട്ട് വരും, പക്ഷേ രാജസ്ഥാനി ഛൂത്തി എന്നാണ് അതിൻ്റെ ശരിക്കുള്ള ഉപയോഗിക്കുന്ന വാക്ക്. അത് ലെതർ കൊണ്ടും പല മെറ്റീരിയൽ കൊണ്ടും കൈ കൊണ്ട് അവർ ലെതർ കട്ട് ചെയ്ത് തുന്നിയെടുക്കുന്ന പല മോഡലുകളാണ്. അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ജർദോസി വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ മെറ്റൽ ത്രെഡുകൾ കൊണ്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇത്. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് കളറാണ് ഇതിൽ വരുന്നത് മെയിനായിട്ട്, കാരണം സിൽവർ കളർ എടുത്തറിയണമെങ്കിൽ ബ്ലാക്ക് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് അങ്ങനത്തെ വരുന്നതാണ്. ഇതിൻ്റെ പല സൈസുകൾ അവൈലബിൾ ആണ്. ഇതൊരു ഡെയിലി വെയറിനുള്ള ഇത് ലെതറാണ്. ലെതറിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു ഡെയിലി വെയർ ജ്യൂത്തിയാണ് ഇത്. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാം, ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം, സൽവാറിൻ്റെ കൂടെയും പെയർ ചെയ്യാം, എന്തിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. ഓൺലി തിങ് വെള്ളത്തിൽ കൊണ്ട കാലം മുക്കരുത്. ഒരു ചെറിയ നനവൊന്നും വലിയ പ്രശ്നമല്ല, പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഉണക്കണം, ഇത് ലെതർ ആയതുകൊണ്ട്. അങ്ങനെ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടു ഇങ്ങനത്തെ ഷൂസിൽ. ഇനി വേറൊരു ഷൂസ് നമുക്ക് പരിചയപ്പെടാം. ഇതൊരു ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം, പിന്നെ അത്യാവശ്യം കോളേജ് സ്റ്റുഡൻസിന് എന്താ പറയുക ചെറിയ ചെറിയ ഇവൻറ്റ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷൂസാണ് ഇത്. ഇതിൽ ചെറിയൊരു എന്താ പറയുക നമ്മളുടെ ഗ്ലിറ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സീക്വൻസ് ചെറിയ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പെയർ ഓഫ് ഷൂസാണ് ഇത്. ഇനി നമുക്കൊരു ഹാഫ് ഷൂ കാണാം. ഇത് ലെതറിൽ തന്നെ ചെയ്തിട്ട് ലെതറിൽ എന്താ പറയുക അതിൻ്റെ മുകളിൽ തുണി ഒട്ടിച്ചിട്ട് അതുമ്മ അവർ എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസാണ്. ഇത് ഹാഫ് ഷൂ ആണ്, പ്യുവർ ലെതറാണ്. ഇതൊക്കെ ഒരു 300 ആ റേഞ്ചിൽ വരുന്ന ഷൂസുകളാണ് എല്ലാം കൂടുതലും എൻ്റെ കയ്യിലുള്ളത്. ഹാഫ് ഷൂ ആണ്, നല്ല ലെതറാണിത്. ഇത് വന്നിട്ട് പ്യുവറി ഫങ്ഷന് പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇതിന് 2 കളേഴ്സ് അവൈലബിൾ ഉണ്ട്, ബ്ലാക്കും ഉണ്ട് ബ്ലൂവും ഉണ്ട്. ഇതിൽ ജ്വല്ലറി ഇത് ഫുൾ ഘുങ്കുറു എന്താ പറയുക മുത്തുകളാണ് ഇതെല്ലാം. ഇത് എന്നിട്ട് സിൽവർ ജർദോസി ത്രെഡ് കൊണ്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കണം. കംപ്ലീറ്റ്ലി ഫങ്ഷണൽ യൂസാണിത്. അത്രയും ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കണം. എന്താ പറയുക തരി പോലും കിലുങ്ങണോ ഒന്നും വരില്ല. ഇത് ഒരു ഡെക്കറേഷണൽ പീസ് മാത്രമാണ്, അത് ജ്വല്ലറി പീസ് മാതിരി വെച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ വേറെ ഒരു കളറാണ് ബ്ലാക്ക്, പക്ഷേ കുറച്ച് എംബ്രോയ്ഡറി കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ചൊരു ഗോൾഡ് യെല്ലോയിഷ് ആ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക്. അത് നേരത്തെ കണ്ട അതേപോലത്തെ തന്നെ കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ആയിട്ടുള്ള എന്താ പറയുക ഫങ്ഷൻ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ജൂത്തിയാണ് ഇത്. ഇതും ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു 600 റേഞ്ച് വരും ഈ ഇങ്ങനത്തെ ജ്വല്ലറി പിടിപ്പിച്ചതൊക്കെ ആകുമ്പോൾ. ഇത് വന്നിട്ട് ചപ്പൽ ഇതാണ്, എന്താ പറയുക സാധാരണ യൂസിനുള്ള, പക്ഷേ ഒരു ഫങ്ഷനും കൂടി യൂസ് ചെയ്യാവുന്ന. ഇതിനകത്ത് നമ്മളുടെ സിൽവർ ജ്വല്ലറി ഒക്കെ നേരത്തെ നമ്മൾ കണ്ടില്ലേ പിച്ചളയിൽ
ബ്ലാക്ക് ഫിനിഷ് അതേപോലത്തെ ജ്വല്ലറി തന്നെ നമ്മൾ ഇത് ചെരുപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, 2 കളറുണ്ട്, പല സൈസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി കുറച്ച് ആണുങ്ങളുടെ 1-2 പീസും കൂടി ആണുങ്ങളുടെ ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ കുർത്ത പൈജാമയുടെ കൂടെയും നല്ല സെറ്റും എന്താ പറയുക ഡബിൾ മൗണ്ടല്ലേ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ഉടുക്കുന്ന അതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഷൂസിൻ്റെ സെറ്റാണ് ഇത്. ഇതിൻ്റെ തന്നെ കുറച്ചൊരു ഡിഫറെൻറ്റ് എന്താ പറയുക കളർ വന്നിട്ടുള്ളതാണ്. ഒരു ബ്രൗൺ കളറിൽ ഒരു വേറൊരു ഷൂസാണ്. ഇത് രണ്ടുമാണ് ആണുങ്ങളുടെ ഉള്ളത്. ഇനി എംബ്രോയ്ഡറി ചെയ്ത ഷൂസുകളുണ്ട്, പക്ഷേ അത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സെയിലാവുന്ന സാധനങ്ങളാണ്. ഇത്രയാണ് നമ്മുടെ രാജസ്ഥാൻ ജൂത്തി കളക്ഷനിലുള്ളത്. ഇതൊക്കെ പല സൈസിൽ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് 36 മുതൽക്ക് 44 വരെയുള്ള സൈസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി താന്ത്രകയുടെ ഈ ജ്വല്ലറിയും ജൂത്തീസൊക്കെ എങ്ങനെയാണ് വാങ്ങാമെന്നുള്ളതാണ് ആലോചിക്കണമെങ്കിൽ താന്ത്രക എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പേജിൽ പോയാൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചെയ്യാം. അല്ലെങ്കിൽ tantraga.shop എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ പോയാലും എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. ഇതൊന്നും ഇല്ലെങ്കിലും ഡയറക്റ്റ് എൻ്റെ ഫോൺ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താലും ഞാൻ അതിൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചു തരാം. വീഡിയോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസിലിറ്റി ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് വാട്സപ്പിൽ വീഡിയോ കോള് വിളിച്ചിട്ടുണ്ട് വെച്ചാൽ കംപ്ലീറ്റ് പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ട് വീഡിയോ ഷോപ്പിംഗ് എന്നുള്ളൊരു ഫെസിലിറ്റി അതും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് ഈ താന്ത്രകയിലെ ഈ ജ്വല്ലറികളും ജൂത്തികളും വാങ്ങാനുള്ള ഒരു പല ഓപ്ഷൻസുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഡയറക്റ്റായിട്ട് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഷിപ്പിംഗ് ഓൾ ഓവർ ദ വേൾഡ് ആണ്. കേരളത്തിലും ഇന്ത്യയിലും കേരളത്തിന് പുറത്തും ഇന്ത്യ പോസ്റ്റിൽ കൂടിയിട്ടാണ് ഞാൻ അയക്കണത്. പിന്നെ US-ഉം UK-യും അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളാകുമ്പോഴത്തേക്കും ഗ്ലോബൽ കൊറിയർ സർവീസ് വഴിക്കാണ് ഞാൻ അയക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഷിപ്പിംഗ് രീതി. ഗ്ലോബൽ ഷിപ്പിംഗ് എനിക്ക് ഉണ്ട്. അതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്തും എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ അവൈലബിൾ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.